ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ഡിസൈഡ് ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് എ പവർഫുൾ ലൗഡ് സ്പീക്കർ മാഗ്നറ്റ്. ലൗഡ് സ്പീക്കർ കണ്ടിട്ടുണ്ടോ? സ്പീക്കറിന്റെ ഒരു മാഗ്നറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ പർപ്പസ്. എ സ്മോൾ ഫ്ലാറ്റ് സെർച്ച് കോയിൽ ഓഫ് ഏരിയ 2 centimeter square with 25 closely wound turns is positioned normal to the field direction and quickly snatched out of field region എന്നാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ലൗഡ് സ്പീക്കറിന്റെ മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ നോർത്ത് സൗത്ത് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ നോർത്ത് ഇന്ന് സൗത്തിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് നമ്മുടെ പർപ്പസ്. അതിനുവേണ്ടി സെർച്ച് കോയിൽ എടുത്തു. ഒരു സെർച്ച് കോയിൽ എന്ന് പറയുന്നത് ഒരു കോയിൽ എടുത്തിട്ട് എങ്ങനെ വെച്ചിരിക്കുന്നു? ഇറ്റ് ഈസ് പൊസിഷൻഡ് നോർമൽ ടു ദ ഫീൽഡ്. ഈ ഫീൽഡ് ഇങ്ങനെയാണെന്ന് വെച്ചോ. ഈ ഫീൽഡിനെ നോർമൽ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് സെർച്ച് കോയിൽ. കണ്ടോ? അപ്പൊ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സെർച്ച് കോയിലിന്റെ ഏരിയ തന്നിട്ടുണ്ട്. സെർച്ച് കോയിലിന്റെ ഏരിയ എത്ര? 2 centimeter square. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിന് എങ്ങനെ മീറ്റർ സ്ക്വയർ ആകും? എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഇൻറ്റു 10⁻⁻⁴. ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേൺസ്? 25 എന്നാണ്. ഓക്കെ, 25 ടേൺസ് ആണ്. ഇതിപ്പോ ഫീൽഡുമായിട്ട് നോർമൽ ആയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഇതിന്റെ ഏരിയ. ഏരിയയായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി one can quickly എന്താണ് എഴുതിക്കുന്നത്? അടുത്ത സെന്റൻസ് എന്താ എഴുതിക്കുന്നത്? and then quickly snatch it out of field region. Equally one can give kick 90-degree turn to bring its plane parallel to the field direction. ഇപ്പൊ നമ്മുടെ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനില് മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, ഒരാൾ ഇതിനെ 90 ഡിഗ്രി ടേൺ ചെയ്യിപ്പിക്കാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ 90 ഡിഗ്രി ടേൺ ചെയ്തു. ടേൺ ചെയ്തിട്ട് അപ്പൊ കോയിൽ ഇങ്ങനെ ആവൂലേ? ഇരിക്കുന്ന കോയിൽ ഇങ്ങനെ ആവും. ഓക്കെ, കോയിൽ ഇങ്ങനെ ആയി. ഇപ്പോഴിതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ? ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഏരിയ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പാരലാണ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇങ്ങനെ ആക്കാം. ഇനി ടോട്ടൽ ചാർജ് ഫ്ലോ ഈസ് ചാർജ് തന്നിട്ടുണ്ട്. ചാർജ് എത്ര? 7.5 മില്ലി കൂളോം. അപ്പൊ എന്ന് പറഞ്ഞാൽ 7.5 into 10⁻⁻³ എന്നാണ്. ഇനി കമ്പൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് കോയിൽ ആൻഡ് ഗാൽവാനോമീറ്റർ തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്. ഒന്നുമില്ല എന്നൂടെ പറയാം. നമ്മുടെ കസ്റ്റഡിയിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ സ്പീക്കറിന്റെ ബാക്കിൽ ഇരിക്കുന്ന മാഗ്നറ്റ് ആണ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ജോലി. അതിനുവേണ്ടി നമ്മളൊരു സെർച്ച് കോയിൽ എടുത്ത് ആദ്യം ഇതുപോലെ വെച്ചു. എന്നിട്ട് അതിനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ടേൺ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇരുന്നാൽ ഇതിന്റെ പ്ലെയിനും ഈ മാഗ്നറ്റിക് ഫീൽഡിനോടൊക്കെയുള്ള ആംഗിൾ 90 ആണ്. ഓക്കെ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫീൽഡ് പ്ലെയിനിന് പാരലാണ്. അതൊക്കെ നമ്മുടെ അവരുടെ ഇഷ്ടം, എന്തൊക്കെ ചെയ്യട്ടെ. ഇനി നമ്മുടെ സെർച്ച് കോയിലിന്റെ കോയിലാണല്ലോ, അതിന്റെ ഏരിയ ഓഫ് കോയിൽ അറിയാം, നമ്പർ ഓഫ് ടേൺസ് അറിയാം. ഇനി നമ്മളിവിടെ ഈ കോയിലിനെ തിരിച്ച് കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് കറക്കുകയാണ്. കറക്കി കഴിഞ്ഞാൽ അതിനകത്ത് കറണ്ട് ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചാർജ് പറഞ്ഞിട്ടുണ്ട് 7.5 മില്ലി കൂളോം. അപ്പൊ അതിനെ കൂളോമിലോട്ട് മാറ്റി മാഗ്നറ്റിക് ഫീൽഡ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മുടെ ഐഡിയ. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വേണം അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ നോക്കൂ. ഇൻഡ്യൂസ്ഡ് EMF വേണം. കോയിൽ സെർച്ച് കോയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF വേണമല്ലോ വഴി പറ. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മതിയേ, d/dt ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ്. ഓക്കെ, d∅/dt എന്നാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു d/dt. അതുപോലെ എഴുതി. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? BAN cos ωt എന്നാണ് അല്ലെ ഫ്ലക്സ്. ഇനി ആദ്യത്തെ കേസിൽ നിങ്ങൾ നോക്കൂ, ωt എത്ര? വാട്ട് ഈസ് ωt? ωt എന്ന് പറയുന്നത് എന്താണ്? ωt എന്ന് പറഞ്ഞ ആംഗിൾ മാഗ്നറ്റിക് ഫീൽഡിനും കോയിലിന്റെ പ്ലെയിനിന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനോടൊക്കെയുള്ള ആംഗിൾ. ഇവിടെ കോയിലിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പൊ ഇടയ്ക്കുള്ള ആംഗിൾ 0. അപ്പൊ ഒമേഗയുടെ വാല്യൂ 0 എന്ന് വരും. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ d/dt BAN cos 0 എന്ന് പറഞ്ഞാൽ 1. ഇനി അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു എയും എന്നും പുറത്ത് വെച്ചു. ബാക്കി d/dt അതുപോലെ എഴുതി, b എന്ന് എഴുതി അവിടെ ഇരിക്കട്ടെ. ഇനി E എന്ന് പറഞ്ഞാൽ IR എന്നൊരു ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ E എന്ന് പറഞ്ഞാൽ IR ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. E എന്ന് പറഞ്ഞാൽ എന്താണ്? IR ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി.
വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ ആർ. ഇനി ഇ ഈസ് ഈക്വൽ ടു ഐ ആർ അതുപോലെ എഴുതി. ഐ എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി അല്ലേ. ഓക്കെ, ഇവിടെ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ആണ് രണ്ട് ഇക്വേഷൻ. രണ്ടിന്റെ LHS സെയിം. ആദ്യത്തെ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തു പോയി. ആർ ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു AN dB ബൈ ഡി ടി എന്നാണ്. ഓക്കെ, പിന്നെ ഡി ടി കട്ട് ചെയ്തു, ബാക്കി ആർ ഡി ക്യൂ ഈസ് ഈക്വൽ ടു AN dB എന്നാണ്. ഓക്കെ, ഇനി രണ്ട് സൈഡിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. dx നെ ഇന്റഗ്രേറ്റ് ചെയ്തത് x എന്ന് പറയുമ്പോൾ dq നെ ഇന്റഗ്രേറ്റ് ചെയ്ത q, db ഇന്റഗ്രേറ്റ് ചെയ്ത b. അപ്പൊ ആൻസർ പറയാൻ പോകണം. r അതുപോലെ എഴുതി, dq നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ q is equal to an അതുപോലെ എഴുതി, db ഇന്റഗ്രേറ്റ് ചെയ്താൽ b. നമുക്കിവിടെ b ആണ് വേണ്ടത്. b എങ്ങനെ കാണും? rq ഡിവൈഡഡ് ബൈ an എന്നാണ്. അപ്പൊ b is equal to പറയൂ, b is equal to r എത്രയാ? ഇവിടുത്തെ r എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാ? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ കോയിലിന്റെ രണ്ടെണ്ണം ഒരു ഗാൽവാനോമീറ്റർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തെ കോയിലിന്റെ. അപ്പൊ ആ കോയിലും ആ ഗാൽവാനോമീറ്ററും കൂടെ ചേരുമ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര? 0.50. അപ്പൊ ആറിന്റെ പകരം 0.50. ഇനി ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 7.5 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ എ. ഇവിടുത്തെ കോയിലിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10⁻⁴ ആണ്. ഇനി n എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇതിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്താൽ യു കൻ ഗെറ്റ് യുവർ ആൻസർ 0.75 എന്ന് വരും. ഓക്കെ, 0.75 ടെസ്ല എന്നാണ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ടിങ് കൊണ്ട് കൂടെ പറയാം. ഒരു വലിയ പാടായിട്ട് തോന്നില്ല, എന്നാലും ഇത്തിരി മുഷു തോന്നും. നമ്മുടെ കയ്യിൽ ഒരു ലൗഡ് സ്പീക്കറിന്റെ, വി ഹാവ് എ ലൗഡ് സ്പീക്കർ മാഗ്നറ്റ്. സോ ഇറ്റ് വിൽ ഹാവ് എ നോർത്ത്, ഇറ്റ് വിൽ ഹാവ് എ സൗത്ത്. ഓക്കെ, സോ ഫ്രം നോർത്ത് ടു സൗത്ത് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് കോയിലാണ്. അപ്പോൾ സെർച്ച് കോയിൽ ആദ്യം ഇങ്ങനെ എടുത്തു വെച്ചു. ഇതിന്റെ പ്ലെയിൻ ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന് നോർമലാണ്. ഇപ്പൊ ഇവിടുത്തെ തീറ്റ വാല്യൂ എത്ര? തീറ്റയാണോ ഒമേഗ ടി? എത്ര? പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കാം മാഗ്നറ്റിക് ഫീൽഡ്. ഇടയ്ക്കുള്ള ആംഗിൾ 0. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ തീറ്റ 0 ആണ്. ഇതിനെ നമുക്ക് ടേൺ ചെയ്ത് 90 ഡിഗ്രി ടേൺ ചെയ്ത് ഇങ്ങനെ ആക്കാം. അപ്പോൾ ഇതിനെ 90 ഡിഗ്രി ടേൺ ചെയ്ത് ഇങ്ങനെ ആവും. അപ്പോൾ പ്ലെയിൻ ഇങ്ങനെ ആവും. ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിന് നോർമൽ പറഞ്ഞാൽ മേലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. ഇനി നമ്മുടെ ഈ കോയിലിനെ ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ഈ പൊസിഷനിലേക്ക് കറക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ അപ്പൊ അതിനകത്ത് കറണ്ട് ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചാർജിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സെർച്ച് കോയിലിന്റെ ഏരിയ അറിയാം, നമ്പർ ഓഫ് ടേൺസ് അറിയാം. ഇനി നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പണി ഇൻഡ്യൂസ്ഡ് EMF ആണുള്ള ഇക്വേഷൻ d∅/dt എന്നാണ്. ഇവിടെ ഫസ്റ്റ് കേസിൽ ഒമേഗ ടിയുടെ വാല്യൂ 0 എന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയും? അപ്പൊ BAN cos 0 എന്ന് വരും. അപ്പൊ BAN എന്ന് വരില്ലേ? ഇതിനകത്ത് A എന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി കിട്ടും. ഓക്കെ, ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF ആണുള്ള ഇക്വേഷൻ. ഇനി E എന്ന് പറഞ്ഞാൽ IR ആണ്, നമുക്കറിയാം. ഇനി R അതുപോലെ എഴുതി. I എന്ന് പറഞ്ഞാൽ dq/dt ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. LHS സെയിം ആണ്. അപ്പൊ RHS ഇക്വേറ്റ് ചെയ്യാം. രണ്ടെണ്ണം dt കട്ട് ചെയ്തു, ബാക്കി എഴുതി. ഇനി രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. R എഴുതി, dq നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ q, A അതുപോലെ എഴുതി, db ഇന്റഗ്രേറ്റ് ചെയ്താൽ b. ഇനി ഇത് b കണ്ടുപിടിക്കുക. b എന്ന് പറഞ്ഞാൽ RQ ഡിവൈഡ് ബൈ A എന്നതാണ്. അപ്പൊ ഇതിനകത്ത് R ന്റെ വാല്യൂ ഉണ്ട്, ചാർജിന്റെ വാല്യൂ ഉണ്ട്, A ഉണ്ട്, N ഉണ്ട്. ഓക്കെ, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു കൻ ഗെറ്റ് യുവർ ഫൈനൽ റിസൾട്ട്. ഇത് ഇവിടെ തോന്നിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An air cored solenoid with a length 30 cm, area of cross section 25 cm square, and number of turns 500, carries a current 2.5 ampere. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് we have a solenoid and the length എത്ര? Length of the solenoid 30 cm, 30 into 10⁻⁻². Area of cross section 25 cm square, 25 into 10⁻⁻⁴. Number of turns എത്ര? 500. ഇനി it carries a current എത്ര? 2.5 ampere. ഓക്കെ, ഇനി കറണ്ട് ഈ സഡൻലി സ്വിച്ച് ഓഫ്, കറണ്ട് സ്വിച്ച് ഓഫ് ആക്കി. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ടാണിത്, ഇപ്പൊ ഇനിഷ്യൽ കറണ്ടാണിത്. ഫൈനൽ കറണ്ട് എത്ര ആക്കി മാറ്റി? 0 ആക്കി. ഇതിനെടുക്കുന്ന ടൈമിനെ ടി എന്നോ dt എന്നോ ഒക്കെ വിളിക്കാം. എത്ര? 10⁻³ എന്നാണ്. ഇനി ഹൗ മച്ച് ഈസ് ദ ബാക്ക് EMF ഇൻഡ്യൂസ്ഡ്? ഇതിനകത്ത് നടന്ന ബാക്ക് EMF എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ആണുള്ള ഇക്വേഷൻ എന്താണ്? d∅/dt എന്നാണ്, നമുക്കറിയാം. ഇനി അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? B.A. നമുക്ക് BA എന്ന് എടുക്കാം. അപ്പൊ BA n ടേൺസ് ഉണ്ടെങ്കിൽ BA എന്നാണ്. ഓക്കെ,
അപ്പൊ ഇതിനെ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. ബി എന്ന് പറഞ്ഞാൽ μ0 Ni ആണ്. ഓക്കെ, ഇനി A N ആണ്. ഓക്കെ, ബാക്കി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. ബാക്കി μ0 അതുപോലെ എഴുതി. സ്മോൾ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/L ആണ്. ഇനി അടുത്ത I A N N. ഇനി E ഈസ് ഈക്വൽ ടു പറയും d/dt അതുപോലെ എഴുതി. μ0 N സ്ക്വയർ I A ഡിവൈഡ് ബൈ L എന്നാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു μ0 ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു μ0 N സ്ക്വയർ. ഓക്കെ, μ0 N സ്ക്വയർ A ബൈ L പുറത്തെടുത്തു. ബാക്കി d/dt I എന്നാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു പറയും μ0 വാല്യൂ 4π × 10⁻⁻⁷. N വാല്യൂ 500. അതിന്റെ സ്ക്വയർ ഇൻറ്റു A എത്ര 25 × 10⁻⁻4 എന്നാണ്. ഇനി ഡിവൈഡഡ് ബൈ L എത്രയാ 30 × 10⁻⁻2 എന്നാണ്. ഇൻറ്റു DI എന്ന് പറഞ്ഞാൽ എന്താണ് DI കറണ്ടിന്റെ ചേഞ്ച് 2.5 ഇത് 0ലേക്ക്. അപ്പൊ 2.5 - 0 2.5 ഡിവൈഡഡ് ബൈ DT എന്ന് പറഞ്ഞാൽ 10⁻⁻3. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ കിട്ടിക്കോളും 6.54 എന്ന് വരും. ഓക്കെ, വോൾട്ട് എന്ന് വരും. തോന്നിയ നിങ്ങൾ ഞാൻ ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് മതി എന്റെ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് സൈൻ ഇല്ലാതെ ഇൻഡ്യൂസ്ഡ് EMF ഫിസിക്കൽ ടു d5/dt എന്ന് പറഞ്ഞ് എഴുതിയത്. ഓക്കെ, എന്നത്തെ ബോധറേഷൻ വേണ്ട. നമ്മുടെ കാണിക്കാൻ we have a air core solenoid. Solenoid air ആണ്. So അതിന്റെ ലെങ്ത് അറിയാം, ഏരിയ അറിയാം, നമ്പർ ഓഫ് ടേൺസ് അറിയാം, അതിലെ ഇനിഷ്യൽ കറണ്ട് അറിയാം, ഫൈനൽ കറണ്ട് അറിയാം, കറണ്ട് ചേഞ്ച് ആവാൻ ടൈം അറിയാം. വാട്ട് ഈസ് ദി EMF ഡെവലപ്മെന്റ്? E എന്ന് പറഞ്ഞാൽ d5/dt ആണ്. 5 ക്ക് പകരം BA എന്ന് എഴുതി N ടേൺസ് ഉള്ളതുകൊണ്ട്. ഇനി അടുത്ത് B ക്ക് പകരം മോനി എന്ന് എഴുതി A ആണ് N തന്നെ. ഇനി അടുത്ത സ്മോൾ n പകരം ക്യാപിറ്റൽ N/L എഴുതി. ബാക്കി എല്ലാം അതുപോലെ എഴുതി. എല്ലാം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെയായി. ഇതിനകത്ത് I ഒഴികെ ബാക്കി എല്ലാം പുറത്തെടുത്തു. ബാക്കി d/dt. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഫിസിക്കൽ എല്ലാത്തിനും വാല്യൂ ഉണ്ട്. വെറുതെ അടുത്തൊരു കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ suppose the loop in problem number 2 is stationary but the current feeding the electromagnet that produces the magnetic field is reduced so that the field decreases from initial value 0.3 at the rate of 0.02 Tesla per second. നമുക്ക് പ്രോബ്ലം നമ്പർ 2ന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ലൂപ്പാണ് അല്ലേ. ഒരു റെക്ടാങ്കുലർ ലൂപ്പ് വിത്ത് എ കട്ട്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നു. ഇങ്ങനെയല്ലേ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നത് ഈ സൈഡ് 8 സെന്റിമീറ്റർ, ഈ സൈഡ് 2 സെന്റിമീറ്റർ ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തേക്ക് വലിച്ചു നീക്കുന്നതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ. ഈ എത്ര വെലോസിറ്റിയിലാണ് നീക്കിയത്? വെലോസിറ്റി 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അത് 10⁻⁻2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് പുറത്തേക്ക് വലിച്ചൂരിയത്. ഓക്കെ, ഇനി രണ്ട് കേസിലുണ്ടായ നമ്മൾ ലോങ്ങർ സൈഡിൽ പിടിച്ചു വലിച്ചു, ഷോർട്ടർ സൈഡിൽ പിടിച്ചു വലിച്ചു. രണ്ട് കേസിലുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കണ്ടു. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഗിവൺ ആയിരുന്നു. എത്രയായിരുന്നു? 0.3 എന്നാണ്. ഇതായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ പ്രോബ്ലത്തില് ലൂപ്പ് ഈസ് സ്റ്റേഷനറി. നമ്മൾ നേരത്തെ ഈ പ്രോബ്ലം ചെയ്തപ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തുനിന്ന് ലൂപ്പിന്റെ പുറത്തേക്ക് ഒരു ചൂരിയായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൂപ്പിനെ സ്റ്റേഷനറി ആയി വയ്ക്കുക. ഇനി ഈ കറന്റ് ഫീഡിംഗ് ദ ഇലക്ട്രോമാഗ്നെറ്റ് പ്രൊഡ്യൂസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ഫീൽഡ് ഡിക്രീസസ് ഫ്രം ഇനിഷ്യൽ വാല്യൂ 0.3 at the rate of 0.02 Tesla per second എന്നാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു നേരത്തെ ഉള്ള ക്വസ്റ്റ്യനകത്ത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ് ഉണ്ടാകുന്നത് ഇരിക്കട്ടെ. ആ ഇലക്ട്രോമാഗ്നറ്റിക് കൂടെ ഉള്ള കറണ്ട് കുറച്ചു. കറണ്ട് കുറയ്ക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അപ്പൊ ആദ്യമുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0.3 ആയിരുന്നു. ഓക്കെ, നമുക്കറിയാം അത് കുറയുന്നു at the rate 0.02 Tesla per second. അപ്പൊ ആ തന്നിരിക്കുന്നത് dB/dt ആണ്. അത് എങ്ങനെ മനസ്സിലായി? 0.02 ടെസ്ല പെർ സെക്കൻഡ് എന്നാണ്. അപ്പൊ dB/dt. ഓക്കെ, ഇപ്പൊ dB/dt ആൻസർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ ഉള്ള പ്രോബ്ലത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. ഇനി കോയിലാണ് നമ്മൾ പുറത്തേക്ക് വെച്ചു, ലൂപ്പിന്റെ പുറത്തേക്ക് വെച്ചു. ഇപ്പൊ അങ്ങനെയല്ല, ലൂപ്പ് അവിടെ വെച്ചു മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരുത്തി. ഓക്കെ, ഇനി
cut joint and loop has resistance. Cut joint ചെയ്തപ്പോൾ resistance എത്രയാണ്? 1.6 എന്നാണ്. How much power is dissipated? Power എത്ര എന്നാണ് question. How much power is dissipated? അപ്പോൾ നമ്മൾ ഈ ലൂപ്പിന്റെ കൂടെ വെച്ചിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഈ ലൂപ്പ് ചൂടാവും. അപ്പോൾ ഇനി എത്ര ചൂടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൗ മച്ച് പവർ ഈസ് ഡിസിപ്പേറ്റഡ് ആസ് ഹീറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ എന്താ വഴി? നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആലോചിക്കുക. എന്താണ് പവർ കണ്ടുപിടിക്കാൻ എന്താ വഴി? സ്വന്തമായിട്ട് പറ. പവർ ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്നാണ്. കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്കിവിടെ ആദ്യം ഓരോന്നായിട്ട് ചെയ്യാം. ഓരോന്നായിട്ട് ചെയ്തിട്ടല്ലേ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇവിടെ ഉള്ള നമ്പർ ഓഫ് ടേൺസ് എത്ര? 1. എന്താണ്? ഒറ്റ ലൂപ്പേ ഉള്ളൂ. നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ പറ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു d∅/dt എന്നാണ്. d∅/dt എന്നാണ്. ഈസ് ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്നാണ്. ഓക്കെ, ഇവിടെ ബി എൻ എന്ന് ഇടേണ്ട കാര്യമില്ല. അപ്പൊ എൻ ഇട്ടോ നിങ്ങൾ, ഒരു കുഴപ്പമില്ല. എന്നിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഹിയർ E is equal to പറ d/dt BA എന്ന് വരും ആണല്ലോ. അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ. ഇവിടുത്തെ എന്തിനേക്ക് എടുത്ത് പുറത്ത് വയ്ക്കാം എന്ന് പറയണം. എ എടുത്ത് പുറത്ത് വയ്ക്കാം. ബാക്കി dB/dt എന്ന് എഴുതാം ആണല്ലോ. ഇനി ഇവിടെ എനിക്ക് എല്ലാം പറഞ്ഞു തരണം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പെട്ടെന്ന് പറ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സംശയമൊന്നുമില്ലല്ലോ. ബാക്കി dB/dt എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. 8 × 10⁻². ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. അപ്പൊ 2 × 10⁻². dB/dt ആൻസർ 0.02 എന്നാണ്. 0.02. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കോളും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ 3.2 × 10⁻⁻5 എന്നാണ്. 10⁻⁻5 എന്നാണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ ആയി. ഇനി ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ആൻസർ അങ്ങനെ കണ്ടുപിടിക്കും. നിങ്ങൾ തന്നെ പറ. കറണ്ട് കാണാൻ E/R ഉപയോഗിച്ചാൽ പോരെ. E/R. അപ്പോൾ 3.2 × 10⁻⁻5 ഡിവൈഡഡ് ബൈ 1.6 എന്നാണ്. അപ്പൊ ആൻസർ 2 × 10⁻⁻5 എന്ന് വരും. ഇത് ഉണ്ടോ? അപ്പൊ കറണ്ട് ആയി, വോൾട്ടേജ് ആയി. ഇനി വാട്ട് ഈസ് എ പവർ? പവർ എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. പറയൂ, കറണ്ട് എത്രയാ? 2 × 10⁻⁻5 ഇൻറ്റു വോൾട്ടേജ് എത്ര? 3.2 × 10⁻⁻5. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 6.4 × 10⁻⁻10 അത്രയും വാട്ട് എന്ന് വരും. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ പവർ കിട്ടി. ഇനി നിങ്ങളുടെ അടുത്തുള്ള ചോദ്യം, വാട്ട് ഈസ് എ സോഴ്സ് ഓഫ് ദിസ് പവർ? ഈ പവർ സോഴ്സ് എന്താണ്? അപ്പൊ എന്താണ്? ഇവിടെ ഏതോ എക്സ്റ്റേണൽ ഏജൻസി അല്ലേ? അപ്പൊ ഏതോ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ ചേഞ്ച് ചെയ്യുന്നു. ആ എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇവിടുത്തെ ഈ പവർ ഉണ്ടാവാനുള്ള കാരണം. നമ്മൾ നേരത്തെ ഉള്ള കേസിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് കോയിലിനെ വെളിയിലേക്ക് വലിച്ചു നീക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കോയിലിനെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ വേരിയേഷൻ വരുത്തുകയാണ്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരുത്തുന്നത് ഏതോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. ആ എക്സ്റ്റേണൽ ഏജൻസി കാരണമാണ് ഈ പവർ ഡെവലപ്പ് ആവുന്നത്. സോ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദിസ് പവർ എന്ന് ചോദിച്ചാൽ ദ എക്സ്റ്റേണൽ ഏജൻസി വിച്ച് കോസസ് ദ ചേഞ്ച് ഓഫ് കറന്റ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് പറയാം. ഇത് നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മളൊരു റെക്ടാങ്കുലർ ലൂപ്പ് ഉണ്ടായിരുന്നു. 8 സെന്റിമീറ്റർ ലെങ്ത്, 2 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണ് വെച്ചിരുന്നത്. ഇനി ഇതിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് വലിച്ചൂരി എന്നാണ് ക്വസ്റ്റ്യൻ. വെലോസിറ്റി അറിയാം, ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ അറിയാം. ഇനി ഇപ്പോഴത്തെ പ്രോബ്ലത്തിൽ അതല്ല കേസ്. ഈ മാഗ്നറ്റിക് ഇവിടെ ലൂപ്പിനെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരുത്തുന്നു. മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് 0.02 ടെസ്ല/സെക്കൻഡ് ആണ്. ഇത് നോക്കുമ്പോൾ തന്നെ ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് ഇതെന്ന് പറയുന്നത് ടൈം. അപ്പൊ dB/dt ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഈ ലൂപ്പിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ച് അവിടുത്തെ കറണ്ടിന് വേരിയേഷൻ വരുത്തുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വരും. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ വന്നുകൊണ്ടിരുന്നാൽ ഈ ലൂപ്പ് ഇവിടെ ഇരുന്ന് ചൂടാവും. അതിനകത്ത് എത്ര പവർ ഉണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. പവർ കണ്ടുപിടിക്കാൻ കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. അപ്പൊ നമുക്കിവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കണം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ഇക്വേഷൻ d∅/dt എന്നാണ്. ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? BA എന്നാണ്. അപ്പൊ BA എന്നാണ്. ഇവിടെ n ടേൺസ് ഉള്ളതുകൊണ്ട് BA n എന്നാണ്. ഇവിടെ n ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ BA എന്ന് എഴുതാം.
ഇനി ഇവിടെ നിന്ന് എ എടുത്ത് പുറത്ത് വെച്ചു, ബാക്കി ഡി ബി ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ എൽ ബി എന്നാണ്, എൽ ബി, ബാക്കി ഡി ബി ബൈ ഡി ടി. ഇനി ലെങ്ത് അറിയാം, ബ്രെഡ്ത്ത് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബാക്കി ഡി ബി ബൈ ഡി ടി എന്നാണ്. ഡി ബി ബൈ ഡി ടിയുടെ വാല്യൂ എത്രയാണ്? ഡി ബി ബൈ ഡി ടിയുടെ ആൻസർ 0.02 എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അറിയാമെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാൻ ഇ ബൈ ആർ എന്നാണ്. അപ്പൊ അതിൽ വാല്യൂ ഇടുക, അപ്പൊ കറണ്ട് ആയി. ഇനി പവർ എങ്ങനെ കണ്ടുപിടിക്കും? പവർ കാണാൻ കറണ്ടിന്റെ വോൾട്ടേജ്, അപ്പൊ കറണ്ട് ഉണ്ട് വോൾട്ടേജ് ഉണ്ട്, രണ്ടിന്റെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അതിനകത്ത് വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദിസ് പവർ എന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. എന്താണ് വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദിസ് പവർ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടാകുന്ന ഏതോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. അവിടെ ആ എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന എന്താണ്? കറണ്ടിനെ വേരി ചെയ്യിപ്പിച്ചിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ ഉണ്ടാകുന്നത്. സോ വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദിസ് പവർ? ദ എക്സ്റ്റേണൽ ഏജൻസി വിച്ച് ചേഞ്ചസ് the current thereby changing the magnetic field is the source of this power എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 12 cm with its sides parallel to xy axis is moved with a velocity 8 cm per second in positive x direction in an environment containing magnetic field in positive z direction. The field is neither uniform in space nor constant in time. It is gradient 10⁻³ Tesla per centimeter along the negative x direction and is decreasing in time at the rate of 10⁻³ Tesla per second. Determine the direction and magnitude of induced current in the loop if its resistance is 4.50 milliohm. നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, നമുക്കൊരു പണിയാണ് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ച് ഇരിക്കണം. നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ ലൂപ്പുണ്ട്, അത് നമുക്ക് വരയ്ക്കാം. ഒരു സ്ക്വയർ ലൂപ്പുണ്ട്. ഓക്കെ, ഒരു സ്ക്വയർ ലൂപ്പാണ്, ഒറ്റ ടേണേ ഉള്ളൂ. അപ്പൊ എന്നിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സൈഡ് 12 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇറ്റ് ഈസ് പാരലൽ സൈഡ്സ് പാരലൽ ടു x ആൻഡ് y ആക്സിസ്. ഇവിടെ x ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇവിടെ y ആക്സിസ് ഉണ്ട്, x axis y axis ഉണ്ട്. ഇനി it is moved with a velocity 8 cm per second in the positive x direction in an environment containing magnetic field in positive z direction. അതാണ് ഇതാണ് z direction. ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അപ്പൊ പേപ്പറിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, ഔട്ട്വേർഡ്സ് ആണ്. അവിടെ ഇരിക്കില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ എടുത്തിരിക്കും. ഇനി ഈ ലൂപ്പിനെ നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, മൂവ് ചെയ്യിപ്പിക്കുന്നു. അതിന്റെ വെലോസിറ്റി എത്രയാ? v എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ × 10⁻², അത്രയും മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ് ആയിട്ട്. ഇനി പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നിങ്ങൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്കാണ് നിങ്ങൾ വലിച്ചു വരുന്നത്. ഇനി ഫീൽഡ് ഈസ് നെയ്തർ യൂണിഫോം, ഫീൽഡ് യൂണിഫോം അല്ല, നോർ കോൺസ്റ്റന്റ് ഇൻ ടൈം. It has gradient 10⁻³ Tesla per centimeter. 10⁻³ Tesla per centimeter എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 10⁻³ ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആയി. അപ്പൊ ആൻസർ 10⁻³ എത്ര വരും? -1 എന്ന് വരില്ലേ ഇത് മേലെ ചെല്ലുമ്പോ? അത്രയും ടെസ്ല പെർ മീറ്റർ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പെർ ലെങ്ത് ആണ്. അപ്പൊ dB ബൈ dx ആണ്. അതാ dB ബൈ dx എന്ന് എഴുതിയത്. ഇവിടെ x ഡയറക്ഷനിൽ നിന്നാണ്, നെഗറ്റീവ് x ഡയറക്ഷനിലാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ dB ബൈ dx ന്റെ ആൻസർ എന്താണ്? 10⁻⁻1 ടെസ്ല പെർ മീറ്റർ ആണ്. മൂവ് ചെയ്യിപ്പിക്കുന്നതല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹാസ് എ ഗ്രേഡിയന്റ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് 10⁻⁻1 ടെസ്ല പെർ മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അപ്പൊ ഇതെന്താണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്? ഡിക്രീസിംഗ് വിത്ത് ടൈം അറ്റ് ദ റേറ്റ് ഓഫ് 10⁻³ ടെസ്ല പെർ സെക്കൻഡ്. അപ്പൊ 10⁻³ ടെസ്ല പെർ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. അതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ബൈ ടൈം. അപ്പൊ dB ബൈ dt തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇൻഡ്യൂസ്ഡ് EMF ആദ്യം കണ്ടുപിടിക്കാം. ഇൻഡ്യൂസ്ഡ് EMF കാണാൻ എന്താ വഴി? d∅ by dt. അതെങ്കിലും അറിയാലോ, d∅ by dt. അപ്പോൾ d by dt of ഫൈക്ക് പകരം BA എന്ന് എഴുതാം. ഓക്കെ, ഒരു ടേണല്ലേ ഉള്ളൂ. അപ്പോൾ BA എന്ന് എഴുതുന്ന വാല്യൂ BA. ഓക്കെ,
അപ്പൊ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു എ പുറത്ത് വെച്ചിട്ട് ഡി ബൈ ഡി ടി ബി എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ ഒരു ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേറെ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ഡി ബി ബൈ ഡി ടിയുടെ ആൻസർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കാണാൻ എന്താ വഴി? ഇൻഡ്യൂസ്ഡ് EMF ഞാൻ എഴുതാം. ഈസ് ഈക്വൽ ടു എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ എന്നാണ്. അപ്പൊ സൈഡ് സ്ക്വയർ ഇൻറ്റു ഡി ബി ബൈ ഡി ടി എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു സൈഡ് എത്ര? 12 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 എന്നാണ്. അതിന്റെ സ്ക്വയർ ഇൻറ്റു ഡി ബി ബൈ ഡി ടി. ഡി ബി ബൈ ഡി ടി തന്നിട്ടുണ്ട് 10 റൈസ് ടു മൈനസ് 3. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു 144 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഇത് കിട്ടി. ഇപ്പൊ ഇത് എന്താണ്? ടൈമിനകത്തുള്ള ചേഞ്ച് കാരണമുള്ളതാണ്. സോ ദിസ് ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ടൈം. ടൈമിനനുസരിച്ചുള്ള ടൈം ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേറെ വഴിയുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF കാണാൻ വേറെ വഴിയുണ്ട്. എന്താണ്? d5 by dt, d by dt of 5. ഇനി അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF is equal to d by dt അതുപോലെ എഴുതി 5 എന്ന് പറഞ്ഞാൽ VA ആണ്. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF is equal to ഇനി നമുക്കിവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഐഡിയ പറയും. ഒറ്റ ടേണേ ഉള്ളൂ. അപ്പോ എന്തെങ്കിലും വഴി നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടോ? അപ്പൊ എന്റെ മനസ്സിൽ തെളിയുന്ന ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എ പുറത്ത് വെച്ചു. ഓക്കെ, ഡി ബി ബൈ ഡി ടി എന്നെഴുതി. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു എ അതുപോലെ എഴുതി. ഡി ബി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് ഞാൻ ഒരു തരികയുടെ പരിപാടി കാണിച്ചു കേട്ടോ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു എ അതുപോലെ എഴുതി. ഡി ബി ബൈ ഡി എക്സ് അതുപോലെ എഴുതി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ നമുക്ക് കിട്ടും. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 സ്ക്വയർ ഇൻറ്റു ഡി ബി ബൈ ഡി എക്സിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഡി ബി ബൈ ഡി എക്സിന്റെ ആൻസർ 10 റൈസ് ടു മൈനസ് 1 ആണ്. ഇനി വെലോസിറ്റിയുടെ വാല്യൂ 8 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 12. നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 11.52 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ വേറെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് പവർ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ. ഇപ്പൊ ഇത് എന്ത് കാരണം ഉണ്ടായതാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ഇതാണ്. ഈ വേരിയേഷൻ ഡ്യൂ ടു ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഫീൽഡ് ആണ് ഈ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 144 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 പ്ലസ് 11.52 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 എന്നാണ്. ഓക്കെ, അപ്പൊ എത്ര വരും? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു നമുക്ക് രണ്ടിനെ ഒരേ പവർ ആക്കാം. അപ്പൊ ഇതിനെ 10 സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ 10 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1.44 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 പ്ലസ് 11.52 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 എന്നാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു 10 റൈസ് ടു മൈനസ് 5 രണ്ടിലും ഉണ്ട്. ബാക്കി 1.44 പ്ലസ് 11.52 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 12.96 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 വരും. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMFന്റെ ആൻസർ ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ബാലൻസ് ഇങ്ങോട്ട് ചെയ്യാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് കാണാൻ E/R. അപ്പൊ ഇത് 12.96 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 തന്നിട്ടുണ്ടല്ലോ. ഇവിടെ റെസിസ്റ്റൻസ് 4.50 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 എന്നാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ആൻസർ കിട്ടിക്കോളും 2.88 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയി. ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷനെ പറ്റിയാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷനെ പറ്റി ഞാൻ പറയട്ടെ. നമ്മുടെ ലൂപ്പിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തേക്കാണ് വലിച്ചൂരിയത് അല്ലേ? അപ്പം നമ്മൾ ഈ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യണം?
അപ്പം ലൂപ്പിനെ പുറത്തേക്ക് വലിച്ചുവരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടുന്ന രീതിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് ആൻസർ എഴുതണം. അപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നുകൂടെ പറയാം, പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഇവിടെ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട്. സ്ക്വയർ ലൂപ്പിന്റെ രണ്ട് സൈഡുകളും അറിയാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു വരികയാണ്. അതിന്റെ വെലോസിറ്റി അറിയാം. ഇത് ഒറ്റ ടേണേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് 1 ആണ്. ഇതിന്റെ സൈഡ് അറിയാം. ഇനി നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ടെസ്ല പെർ സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് പെർ ലെങ്ത് ആണ്. അപ്പൊ ഡി ബി ബൈ ഡി എക്സിന്റെ ആൻസർ തന്നിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിലാണ് നീക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഴുതി. ഇനി അടുത്ത ടൈമിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ടെസ്ല പെർ സെക്കൻഡ് കണ്ടപ്പോഴാണ് ഡി ബി ബൈ ഡി ടി ആണെന്ന് മനസ്സിലായത്. ഇനി നിങ്ങളുടെ ഇൻഡ്യൂസ്ഡ് EMF ആണുള്ള ഇക്വേഷൻ ഡി ഫൈവ് ബൈ ഡി ടി ആണ്. ഇവിടെ ഫൈക്ക് പകരം ബി എഴുതി. ഇനി ബി എ പുറത്തെടുത്തു, ബാക്കി ബ്രാക്കറ്റിനകത്ത് ഇട്ടു. എയുടെ വാല്യൂ അറിയാം, ഡി ബി ബൈ ഡി ടിയുടെ വാല്യൂ അറിയാം. ഇനി എ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിച്ചു. ദിസ് ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ടൈം. ഇനി ഇൻഡ്യൂസ്ഡ് EMF ആണുള്ള ഇക്വേഷൻ അതുപോലെ എഴുതി. ഇതിനകത്ത് എ പുറത്തെടുത്തു, ഡി ബി ബൈ ഡി ടി അതുപോലെ എഴുതി. ഡി ബി ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ അതിനകത്ത് വെലോസിറ്റിയുടെ വാല്യൂ അറിയാം, എയുടെ അറിയാം, ഡി ബി ബൈ ഡി എക്സ് അറിയാം. കാൽക്കുലേറ്റ് ചെയ്തു. ദിസ് ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ഫീൽഡ്. അപ്പൊ രണ്ട് രീതിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഇനി ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാൻ ഇതിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മൾ ഈ ലൂപ്പിനെ വെളിയിലേക്ക് വലിച്ചു വരുമ്പോഴത്തേക്ക് ഇസഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇസഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടണം. ഓക്കെ, അടുത്തേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ ആൻഡ് റെസിസ്റ്റൻസ് 0.5 ഓം ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ഇൻ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ പിറകുവശം എന്റെ റൂമിൽ ഈസ്റ്റ് ആണ്, എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്റെ റൂമിനനുസരിച്ച് ഞാൻ ഡയറക്ഷൻസ് എഴുതാം. എന്റെ ബാക്കില് ഈസ്റ്റ് ആണ്, ഫ്രണ്ടില് വെസ്റ്റ് ആണ്, ഇനി ഇപ്പുറത്തെ സൈഡ് നോർത്ത് ആണ്, ഇപ്പുറത്തെ സൈഡ് സൗത്ത് ആണ്. എന്റെ റൂമിന്റെ എസ് ആണ് എനിക്കറിയാന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് 4 എഴുതി. ഇനി നോക്കിക്കോണം, ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്ലെയിൻ. ഓക്കെ, ഇപ്പൊ എന്റെ ഫ്രണ്ടിലെ ഈ പ്ലെയിൻ. ഓക്കെ, ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതില് വെർട്ടിക്കലി സ്ക്വയർ ലൂപ്പിനെ നിർത്തിയതാണ്. അപ്പൊ സ്ക്വയർ ലൂപ്പ് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ സ്ക്വയർ ലൂപ്പ് ഇവിടെ നിൽപ്പുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പൊ സ്ക്വയർ ലൂപ്പ് ഇപ്പൊ ഇങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ സ്ക്വയർ ലൂപ്പിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ്, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.5 ആണ്. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.10 ഈസ് Tesla is set up across the plane in north-east direction. North-east direction magnetic field ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഡയറക്ഷൻസ് ഒക്കെ അറിയണം. അപ്പൊ നോക്കൂ, നോർത്ത് ഇപ്പൊ നോക്കൂ, ഇവിടെ ഈ ഡയറക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നോർത്ത് ഈസ്റ്റ്. നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കുള്ള ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഈസ്റ്റിനും സൗത്തിനും ഇടയ്ക്ക് ആ ഡയറക്ഷൻ. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഇവിടെ ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്ക്. അപ്പൊ ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ നിൽക്കുക. അപ്പൊ ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മുടെ ലൂപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മുടെ സ്ക്വയർ ലൂപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, വെർട്ടിക്കലി ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടോ. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും? അപ്പൊ നമുക്ക് ഈ പ്ലെയിനിന്റെ, ഈ ലൂപ്പിന്റെ ഏരിയ വെക്ടർ വരച്ചാൽ ഏരിയ വെക്ടർ ഇത്. ഓക്കെ, അപ്പൊ ഏരിയ വെക്ടർ ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഇടയ്ക്കുള്ള ഈ ആംഗിൾ 45 വലിയ വരൂ. അപ്പോൾ ഏരിയ വെക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 45. ഇനി ഈ ഫീൽഡിന്റെ വാല്യൂ 0.10 ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിക്രീസ് ടു 0. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇപ്പോഴത്തെ വാല്യൂ ഇതാണ്. ഇനി അത് പിന്നീട് 0 ആക്കി മാറ്റി. അതിനെടുത്ത ടൈം 0.70 സെക്കൻഡ്. ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറന്റ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ആണല്ലോ ഇക്വേഷൻ പറയും. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d∅dt എന്നാണ്, ആണല്ലോ. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. ഫൈ എന്ന് പറഞ്ഞാൽ B.A എന്നാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d/dt അതുപോലെ എഴുതി. BA എന്ന് പറഞ്ഞാൽ BA cos θ എന്നാണ്, ആണല്ലോ. അപ്പൊ ഇവിടെ
ബിക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ബി എ അതുപോലെ എഴുതി, കോസ് 45 എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറയുക, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ബി എ അതുപോലെ എഴുതി, കോസ് 45 എത്ര 1/√2 എന്നാണ്. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു 1/√2 അതുപോലെ എഴുതി, ബാക്കി ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ബി എ അതുപോലെ എഴുതി. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു 1/√2 അതുപോലെ എഴുതി, ഡി ബൈ ഡി ടി, ഡി ബൈ ഡി ടി, ഇനി എയും കൂടെ നമുക്ക് പുറത്തെടുക്കാം, ബാക്കി ഡി ബി ബൈ ഡി ടി എന്ന് എഴുതി. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു 1/√2 എഴുതി. ഇവിടുത്തെ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സൈഡ് സ്ക്വയർ. അപ്പൊ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 × 10⁻⁻²ന്റെ സ്ക്വയർ ഇൻറ്റു ഡി ബി എന്താണെന്ന് പറയണം. മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാകുന്ന ചേഞ്ച്. മാഗ്നറ്റിക് ഫീൽഡ് 0.10 0 മാറി. അപ്പൊ 0.10 -0 അല്ലേ, ഡിവൈഡഡ് ബൈ അതിനടുത്ത ടൈം ഡി ടി അത് 0.70. ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്, അതിന്റെ സഹായം വേണോ? അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കോളും. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് 10⁻³ എന്ന് വരും. 10⁻³ ഇത് കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ കിട്ടി, അത്രയേ വോൾട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാൻ ഇ ബൈ ആർ. 10⁻³ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് 0.5. ഓക്കെ, അപ്പൊ 2 × എത്ര വരും? 2 × 10⁻³ ആംപിയർ എന്ന് വരും. രണ്ടും ആയില്ലേ? ഇപ്പൊ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയി, ഇൻഡ്യൂസ്ഡ് കറണ്ടും ആയി. ഒന്ന് സൂക്ഷിക്കുക, ഒന്നുകൂടെ പറയാം. ഈ ഞാനിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ പറവശമാണ് ഈസ്റ്റ്, എൻ്റെ ഫ്രണ്ടിലാണ് വെസ്റ്റ്. ഇപ്പം ഇപ്പുറത്തെ സൈഡ് നോർത്താണ്, അപ്പുറത്തെ സൈഡ് സൗത്ത് ആണ്. അപ്പം ഞാൻ അതുപോലെ എഴുതി, എനിക്കതാണ് സൗകര്യം, ഞാൻ എഴുതി. ഓക്കെ, ഇനി ഞാൻ ഡയറക്ഷൻസ് ഒക്കെ ഇതുപോലെ വരച്ചു. ഓക്കെ, ഇനി ഇവിടെ വെർട്ടിക്കലി, അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് വെർട്ടിക്കലി, അതായത് ഇങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ ലൂപ്പ് വെച്ചു. സ്ക്വയർ ലൂപ്പ് തറയിലിരിക്കുകയാണ്, ഇങ്ങനെ കുത്തനെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതായത് ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾ എന്താ പറയും, ഈ ലൂപ്പിന് ഒരു ഏരിയ വെക്ടർ വരച്ചാൽ ഏരിയ വെക്ടർ ഇങ്ങനെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇടയ്ക്കുള്ള ആംഗിൾ 45 വരും ആണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് d∅/dt. ഫൈ എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് എ, ഇവിടെ ബി എ കോസ് തീറ്റ, തീറ്റയുടെ വാല്യൂ 45, ബി എ കോസ് 45, കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2, 1/√2 എഴുതിയിട്ട് ബാക്കി ഡി ബൈ ഡി ടി ബി എന്ന് എഴുതി, എയും കൂടെ പുറത്ത് വെച്ചു, ബാക്കി ഡി ബി ബൈ ഡി ടി. അപ്പോൾ 1/√2, എയുടെ വാല്യൂ എത്രയാ? സൈഡ് സ്ക്വയർ 10 × 10⁻⁻² സ്ക്വയർ. ബാക്കി ഡി ബി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എത്രയിലോട്ട് മാറുകയാണ്? മാഗ്നറ്റിക് ഫീൽഡ് 0.10 0 മാറുകയാണ്. അപ്പോൾ അതേ മൈനസ് ഇത് ഡിവൈഡ് ബൈ എടുക്കുന്ന ടൈം 0.70. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ആൻസർ ആയി. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ട് അങ്ങനെ കാണും ഇ ബൈ ആർ, അത് ഡിവൈഡ് ബൈ ആർ എന്നാണ് ആൻസർ കിട്ടി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? നല്ല എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ സർക്കുലർ കോയിൽ ഓഫ് റേഡിയസ് 10 cm 500 turns and resistance 2 ohm is placed with its plane perpendicular to horizontal component of Earth's magnetic field. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് വലിയ പാടൊന്നുമില്ല. ഇവിടെ ഒരു സർക്കുലർ കോയിൽ ഉണ്ട് കേട്ടോ, ഇതാണ് സർക്കുലർ കോയിൽ, കണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്ര? 10 cm. അപ്പൊ 10 × 10⁻⁻² എന്ന് പറഞ്ഞാൽ 10⁻⁻1. ഇനി ഇതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് 500 ആണ്. ഇതിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്ര? 2. ഓക്കെ, it is placed with its plane perpendicular to horizontal component. ഇതിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ വെക്ടർ വരച്ചാൽ ഇതാണ് ഏരിയ വെക്ടർ. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷനിൽ തീറ്റയുടെ വാല്യൂ എത്ര? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി. ഇനി ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് വെർട്ടിക്കൽ ഡയമീറ്റർ ത്രൂ 180 ഡിഗ്രി. അപ്പൊ ഇതിനെ ഈ വെർട്ടിക്കൽ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ട് 180 ഡിഗ്രി ടേൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ കോയിൽ എങ്ങനെ ആവുമെന്ന് നിങ്ങൾ പറയും. അപ്പൊ നമ്മുടെ കോയിൽ ഇങ്ങനെ ഇരിക്കുന്ന കോയില്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടായിരുന്നു, എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് അവിടെ ഉണ്ടായിരുന്നു, ഏരിയ വെക്ടർ ഇങ്ങനെയാണ്. അപ്പൊ ഏരിയ വെക്ടർ ഏരിയ. ഓക്കെ, അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ എത്ര വരും? 180 വരും. സംശയമൊന്നുമില്ല. ഇങ്ങനെ ആക്കി തിരിച്ചു. ഇതിനെടുത്ത ടൈമിനെ ടി എന്നോ ഡി ടി എന്നോ ഒക്കെ എടുക്കാറുണ്ട്. അതിന്റെ വാല്യൂ 0.25 ആണ്. ഇനി
എസ്റ്റിമേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇതിനകത്തുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF. കോയിൽ, ഈ കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് എർത്തിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതിനകത്തുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ കാണും? -d∅dt അല്ലെങ്കിൽ d∅dt എന്ന് എഴുത്, ഒരു കുഴപ്പമില്ല. ഇവിടെ n അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF is equal to n ടേൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ n d∅dt എന്ന് എഴുതണം. n d∅dt എന്ന് എഴുതണം. ഇത് അവിടെ ഇരിക്കും. ഇനി ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ d∅ dt കാണണം. dt എത്ര? dt ഇവിടെ ഉണ്ട്, എത്ര? 0.25 അല്ലെ? d∅ കാണണം. d∅ കാണാൻ എന്താ വഴി? എന്താണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ സബ്ട്രാക്ട് ചെയ്യുക. നിങ്ങൾ പറയും ഇനിഷ്യൽ ഫ്ലക്സ് എത്ര? ഇനിഷ്യലി ഉള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? BA അല്ലേ? BA cos 0 അല്ലേ നമ്മള്? അപ്പൊ BA എന്ന് വരില്ലേ? ഇനി ഫ്ലക്സ് ഫൈനൽ എത്ര വരും? BA cos 180 അല്ലേ? അപ്പൊ cos 180 മൈനസ് 1 ആണ്. അപ്പൊ -BA എന്ന് വരും. അപ്പൊ നിങ്ങൾ എന്താ പറയാം? d∅ എങ്ങനെ കണ്ടുപിടിക്കും? ഫൈനൽ ഫ്ലക്സ് ഇനിഷ്യൽ ഫ്ലക്സ് മൈനസ് ചെയ്യാം. -BA ആൻസർ എത്ര? -2 times BA അവിടെ ഇരിക്കും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF is equal to n d∅dt. പേടിക്കരുത്, ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ഇൻഡ്യൂസ്ഡ് EMF is equal to n ന്റെ വാല്യൂ എത്ര? 500 ഇൻറ്റു d∅ യുടെ വാല്യൂ എത്ര എന്ന് നോക്കി പറഞ്ഞാൽ മതി. -2BA കണ്ടോ? ഡിവൈഡ് ബൈ ഇനി അടുത്ത dt യുടെ വാല്യൂ എത്ര? 0.25. ഇനി നിങ്ങൾ ബാക്കി വാല്യൂ ഇവിടെ ഇട്ടോളൂ. അപ്പം 500 ഇൻറ്റു -2 ഇൻറ്റു ബി യുടെ വാല്യൂ, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ പ്രശ്നത്ത് പറയുന്നുണ്ട്, 3 ഇൻറ്റു 10⁵. ഇനി എ അല്ലേ? നമുക്ക് ഇവിടെ സൈഡ് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ πr² ആണ്. അപ്പോൾ 3.14 ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ 10⁻⁻1ന്റെ സ്ക്വയർ. അപ്പോൾ എത്ര? 3.14 ഇൻറ്റു 10⁻². അപ്പോൾ അത് ഇവിടെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഏരിയ എത്ര? 3.14 ഇൻറ്റു 10⁻² എന്നാണ്, ഡിവൈഡ് ബൈ 0.25. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറയുള്ളൂ. യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ആൻസർ. നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ 3.8 ഇൻറ്റു 10⁻³ വരും. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാൻ കറണ്ട് കാണാൻ E/R അല്ലേ? അപ്പൊ 3.8 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 2 ആണ്. അപ്പൊ ആൻസർ കറണ്ട് ഈസ് ഈക്വൽ ടു 1.9 ഇൻറ്റു 10⁻³ വരും. അപ്പൊ കറണ്ടുമായി വോൾട്ടേജുമായി. ഓക്കെ. പിന്നെ ഞാൻ നമ്മുടെ സ്റ്റാർട്ടിംഗ് കൊണ്ട് പറയാം. ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാകും. ഈ ലൂപ്പിന്റെ ഏരിയ വെക്ടർ ഇതാണ്. ഓക്കെ. ഇത് മാഗ്നറ്റിന്റെ ഹൊറിസോണ്ടൽ ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ. ഇപ്പൊ വേറെ രീതി പറഞ്ഞ ഏരിയ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ. അപ്പൊ ഏരിയ വെക്ടറിന് ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 0 വരും. ഇനി ഈ കോയിലിന്റെ റേഡിയസ് അറിയാം, നമ്പർ ഓഫ് ടേൺസ് അറിയാം, ഇതിന്റെ റെസിസ്റ്റൻസ് അറിയാം. ഇപ്പോഴത്തെ ആംഗിൾ തീറ്റ എത്ര? 0 ആണ്. ഇതിനെ 180 ഡിഗ്രി ടേൺ ചെയ്തു. ഈ വെർട്ടിക്കൽ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ട് 180 ഡിഗ്രി ടേൺ ചെയ്ത് ഇതിങ്ങനെയാവും. ഏരിയ വെക്ടറിങ്ങോട്ടാവും. അപ്പൊ തീറ്റയുടെ വാല്യൂ എത്ര വരും? 180 ആയി. ഇനി ഇതിനെടുത്ത ടൈം തന്നിട്ടുണ്ട്, അത് 0.25 എന്നാണ്. ഇനി കോയിലിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? πr² എന്നാണ്. അപ്പൊ π ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ, അത് കുഴപ്പമില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തിരിക്കുന്ന കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു 180. അപ്പൊ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ d∅dt എന്നാണ്. ഇവിടെ n ടേൺസ് ഉള്ളത് n d∅dt എന്നാണ്. അപ്പൊ ഇവിടെ d∅ കാണണം, dt കാണണം. dt ഇവിടെ ഉണ്ട്. ഓക്കെ. d∅ കാണാൻ ഫൈനൽ ഫ്ലക്സ് ഇനിഷ്യൽ ഫ്ലക്സ് മൈനസ് ചെയ്താൽ മതി. ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കും? B.A പറഞ്ഞാൽ BA cos θ. ഇവിടെ ആദ്യം 0 ആണ്. അപ്പൊ BA. രണ്ടാമത് BA cos 180. cos 180 മൈനസ് 1 ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഫ്ലക്സ് കിട്ടി. d∅ ഇങ്ങനെ കാണും, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഓക്കെ. ഇങ്ങനെ കിട്ടി. ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനകത്ത് n ന്റെ വാല്യൂ ഉണ്ട്, d∅ യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, dt യുടെ വാല്യൂ അറിയാം. ഇനി ബിക്കും എക്കും പകരമുള്ള വാല്യൂസ് ഇടുക. ബി യുടെ വാല്യൂ ഉണ്ടല്ലോ, അതായിരിക്കും. ഇനി അടുത്ത ഏരിയ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഇൻഡ്യൂസ്ഡ് EMF ആയി. യു വിൽ ഗെറ്റ് നെഗറ്റീവ് ആൻസർ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുക. ദെൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാൻ എന്ത് ചെയ്യണം? അതേപോലെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. അടുത്തേക്ക് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ